എന്തിനാ മനുഷ്യനെ ഇങ്ങനെ കിടന്ന് അമർണത്? ആരെങ്കിലും കേട്ടാ വിചാരിക്കൂലേ നമ്മള് നിങ്ങളെ തല്ലി കൊല്ലാണെന്ന്? നീ നമ്മളെ തല്ലും ആമിനോന്നും പറഞ്ഞല്ലേ നമ്മൾ കരയാറ്, എന്റെ ഉമ്മോന്നും പറഞ്ഞല്ലേ കരയാറ്. ഓ നീ അധികം കിടന്ന് കൂവണ്ട. ആട്ടെ, നമ്മുടെ പുന്നാര മോളിന്തി അവളകത്ത് കമ്പ്യൂട്ടറിൽ ചാറ്റ് ചെയ്യണു. ചാറ്റ് ചെയ്ത് അവക്കടെ പടം മൊബൈലിൽ വന്ന് നീ അറിഞ്ഞില്ലപ്പ? ആ അതവൾ ആരാണ്ട് ചീറ്റ് ചെയ്തതല്ലേ. അത് മാത്രല്ല മനുഷ്യനെ, അവളുടെ ഉടല് മാത്രമേ ശരിക്കുള്ളൂ, തല വേറെ ആരാണ്ടിന്റെ അല്ലേ. എടി ശൈത്താന, നമുക്ക് മാത്രല്ല അറിയൂ, ഇത് കാണുന്നവര് തലയും ഉടലും വേർതിരിച്ചാണ് കാണുന്നത്. ഇനി അവക്കടെ കമ്പ്യൂട്ടർ പടത്തം നിർത്തിയിട്ട് അവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം. അതിന് അവക്കിപ്പോ കല്യാണം വേണ്ട, ഇനിയും പഠിക്കണം എന്നല്ലേ പറയണത്. ഇത്രയും ചീത്ത പേര് വന്നിട്ടും അവൾ ഇതുവരെ പഠിച്ചില്ലേ? ആ മൂന്നാലൊരു ചെക്കനെയും കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു ചെക്കനെയും കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെക്കൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം ഉടനടി നടത്തണം. അതിന് അവള് കുഞ്ഞല്ലേ മനുഷ്യനെ. ഇനിയും വെച്ചോണ്ടിരുന്ന അവക്കടെ കയ്യിലൊരു കുഞ്ഞാവും. എന്റെ മനുഷ്യനെ, അവളുടെ പടം മൊബൈലിൽ വന്നത് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ഡിലേറ്റ് ആയിട്ട് പോരെ നിക്കാഹ്. അതിന് ഈ ചെക്കൻ അവളുടെ ഈ പടം കാണാൻ സാധ്യതയില്ലല്ല. അതെന്താ? എടി, ആ ചെക്കന്റെ മൊബൈലില് ബ്ലൂടൂത്ത് ഇല്ലല്ല. എന്റെ ഇൻഫ്രാറെഡ് തങ്ങളെ രക്ഷപ്പെട്ടു. അമിന, ആ ബ്രോക്കറാണ് വന്നേക്കണെന്ന് തോന്നണ്. നീ വേഗം ചെന്നിട്ട് മോളെ പൗച്ചിടിച്ചു കൊണ്ടുപോവാ. പൗച്ചാ? നല്ല ഉടുപ്പിടിച്ചു കൊണ്ടുവരാൻ. പിന്നെ ഒരു കാര്യം, നിക്കാഹൊക്കെ ചെയ്തു കൊടുക്കണത് കൊള്ളാം, പക്ഷേ ചെക്കൻ നല്ല റേഞ്ച് ഉള്ളവനായിരിക്കണം. റേഞ്ചാ? നിങ്ങളെ പോലെ മിസ്ഡ് കോൾ അടിക്കണവനെ ആവരുതെന്ന്. അല്ല, ഇതാരാ ബ്രോക്കറാ? അല്ല, പോക്കര്. നീ ബ്രോക്കർ അല്ലേ? അതെ. നീ കൊണ്ടുവന്ന കേസുകളൊക്കെ സെക്കൻഡ് ഹാൻഡ് സെറ്റാണെന്നാണ് എല്ലാരും പറയണത്. സെക്കൻഡ് ഹാൻഡാ? രണ്ടാം കെട്ടുന്നേ. എത്ര രണ്ടാം കെട്ടുകാരാണെങ്കിലും ഒരു സ്ക്രാച്ച് പോലും വീട്ടുണ്ടാവില്ല. പിന്നെ ഏത് ഗുദാമി ചെന്നാലും ഫുൾ റേഞ്ച് അല്ലേ, ഫുൾ ചാർജും. ചാർജ് അവിടെ നിക്കട്ടെ. നീ ആ വടക്കേപ്പുറത്തെ കുഞ്ഞുമക്കാരുടെ മോക്ക് കൂടുന്ന സെറ്റിനാ ആ ചെക്കന് ഔട്ട് ഗോയിങ് ഇല്ലായിരുന്നാണല്ലോ കേട്ടത്. മെമ്മറി കാർഡ് ഇല്ലാത്തതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? അതവിടെ നിക്കട്ടെ. തെക്കേപ്പുറത്തെ ജമീലാടെ മോക്ക് നീ കൊണ്ടുവന്ന ചെക്കന് ഇൻകമിങ് ഇല്ലാന്നുള്ള പറഞ്ഞു കേട്ടത്. എന്തുട്ട്? വരുമാനം ഇല്ലാന്ന്. അത് നല്ല കമ്പനി സെറ്റ് നോക്കി എടുക്കാൻ. അതുകൊണ്ടാണ് പറയണത് സെക്കൻഡ് ഹാൻഡ് ചെക്കനെ നമ്മുടെ മോക്ക് വേണ്ട, അവക്ക് നല്ല ഫ്രഷ് ചെറുക്കനെ തന്നെ മതി. അതിനിപ്പോ സെക്കൻഡ് ഹാൻഡ് ചെക്കൻ എന്താ ഒരു കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല, രണ്ടും സെക്കൻഡ് ഹാൻഡ് ആവണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ പറഞ്ഞു പോയതാ. എന്നാ പിന്നെ N70 മോഡൽ ചെക്കനുണ്ട്. N17? അതേന്ന് 17 വയസ്സുള്ള ഒരു ചെക്കൻ, നല്ല കളർ ഡിസ്പ്ലേ, 3 GB മെമ്മറി കാർഡ്, വളരെ സ്ലിം, പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയും ചെയ്യും. കൊള്ളാം. ചെക്കൻ എന്താണ് പണി? ചെക്കൻ ഡോക്ടറല്ലേ? പടച്ചോനെ, ഡോക്ടറാ? നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോളെ ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണമെന്നുള്ളത്. അതേതായാലും ഇപ്പൊ സാധിക്കും. ഇവൻ ചില്ലറക്കാരനല്ല, ആനേനെ വരെ ചികിത്സിക്കും. ആനേനെ? അതേന്നെ, ചെക്കൻ മൃഗ ഡോക്ടറല്ലേ? ഒരു വെടി വെക്കാൻ പോയി അവൻ എത്ര കാശ് കിട്ടുമെന്നറിയാമോ? വെടിവെക്കാനാ? അതേതെ, മയക്ക് വെടി. അതുമാത്രോ, കഴിഞ്ഞ ആഴ്ച ചെക്കൻ ഒരു ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കയറ്റി കഷ്ടിച്ചല്ലേ രക്ഷപ്പെട്ടത്. ആനെ അല്ല ചെറുക്കൻ. അല്ല ബ്രോക്കറെ, ഈ ചെക്കനെ നമുക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ? കാണാതിരിക്കാൻ ചെറുക്കൻ എന്താ വല്ല കുട്ടിച്ചാത്തന? അതേ പുറത്തു വന്നിപ്പുണ്ട്. ആര് കുട്ടിച്ചാത്തനാ? അല്ല ചെറുക്കൻ. എന്നാ വിളിക്കേ. വലത്തോട്ട് മാറി ഇടത്തോട്ട് ഇരിഞ്ഞ് കേറി മാടർക്ക. അല്ല ബ്രോക്കറെ, ഇത് ആനേനാണ് വിളിച്ചത് അല്ലെങ്കിൽ ചെറുക്കനെയാണ്? ചെറുക്കനെ. ആ ചെറുക്കന് മുടിഞ്ഞ ആനക്കമ്പുള്ളോ, ഇങ്ങനെ വിളിച്ചാൽ അവൻ വരുള്ളൂ. പടച്ചോനെ, പെരക്കാത്ത് പിന്തുടാണ്ടിരുന്ന മതിയായിരുന്നു. കൊള്ളാം, കാണുമ്പോ തന്നെ അറിയാം നല്ല കമ്പനി സെറ്റാണെന്ന്. എന്താന്ന്? അല്ല, നല്ല തറവാട്ടുകാരാണെന്നേ. എന്താ മോന്റെ പേര്? മംഗലാംകുന്ന് മൊയ്തീൻ. മംഗലാംകുന്ന് മൊയ്തീനാ? പാമ്പാടി അംശുവിന്റെ മാമയല്ലേ. പിന്നെ ചെറായി അഷറഫ്. അതാരാ? എന്റെ ഇളയപ്പാ. എടാ ബ്രോക്കറെ, ഇതൊക്കെ മനുഷ്യന്മാർക്കിടാൻ പറ്റിയ പേരാണ്. ആര് പറഞ്ഞു പറ്റൂലെന്ന്? സ്ഫടികത്തില് മോഹൻലാലിന്റെ പേരെന്താ? ആടി തോമ. അപ്പൊ പരിധിയില് മമ്മൂട്ടിയുടെ പേരോ? പരുന്ത് പുരുഷു. ആണല്ലോ. പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരിപ്പം മനുഷ്യർക്ക് ഇരുന്നത് ഒരു പാഷൻ അല്ലേ? അപ്പൊ എന്റെ വീട്ടിലെ പട്ടിയുടെ പേര് കേട്ടാ നിങ്ങൾ മണ്ണ് വെപ്പ്. എന്താണ് മോന്റെ വീട്ടിലെ പട്ടിയുടെ പേര്? മംഗലാംകുന്ന് കൈസർ. പടച്ചോനെ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഏത് സമയവും മതം പൊട്ടാൻ ചാൻസ് ഉള്ളൊരു ഫാമിലിയാണ്. ആട്ടെ, മോന്റെ ബാപ്പ എന്ത് ചെയ്യണ്? ബാപ്പ പേര് കേട്ട ആനവൈദ്യനായിരുന്നില്ലേ? ബാപ്പായുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആനയുടെ തുമ്പിക്കൈയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫോട്ടോ പത്രത്തിൽ വരണമെന്ന്. എന്നിട്ട് വന്നു. തുമ്പിക്കൈയിൽ തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോയല്ല, പിന്നെ ആന വാപ്പാനെ കൊമ്പയിൽ കോർത്തെടുക്കണ ഫോട്ടോ. എന്തായാലും ബാപ്പാടെ തൂങ്ങിക്കിടക്കണമെന്നുള്ള ആഗ്രഹം സാധിച്ചല്ല.
അതാണ് സുഹൃതക്ഷയം എന്ന് പറയണത്. ആ ബാപ്പയും ക്ഷയം വന്നാണ് മയ്യത്തായത്. മൂന്നാനെ ചെഞ്ചടർക്ക പെണ്ണിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറായില്ലേ? എഴുന്നള്ളിക്കാനാ? ആനക്കമ്പോ ഉള്ള ചെറുക്കല് പുറത്തോട്ട് വിളിക്കാൻ പറഞ്ഞതാണ്. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലേ ഇയാള്. ആമിന, മോള് റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവാ. കൊള്ളാം, നല്ല തലയെടുപ്പ്. ആ വരവിൽ തന്നെ ഒരു ആന ചന്തമുണ്ട്. മൂന്നാനെ ഇപ്പോൾ തന്നെ കൂച്ചുവലം കിട്ടാലോ? കൂച്ചുവലം കിടാനാ? നിക്കാഹ് കഴിക്കാന്നാണ് ചെക്കൻ പറഞ്ഞത്. ആനക്കമ്പക്കാരനാണല്ല. ആ, ചെറുക്കിന് എന്തെങ്കിലും മുണ്ടാനും പറയാനുണ്ടെങ്കിൽ ദേ മുണ്ടിക്കോ. എന്താണ് പെണ്ണിന്റെ പേര്? ഫാസില. നമ്മുടെ പുന്നാര മോളാണ് ഈ ഫാസില. പൂവിതളല്ലേ ഫാസില, തേൻകണിയല്ലേ ഫാസില, പാലഴകല്ലേ ഫാസില, മാൻമിഴിയാളെ ഫാസില. പൂവിതളല്ലേ ഫാസില, തേൻകണിയല്ലേ ഫാസില, പാലഴകല്ലേ ഫാസില, മാൻമിഴിയാളെ ഫാസില, കുളിരേകും മഴയല്ലേ. നിർത്തടി ചെയ്താനെ, നിങ്ങളുടെ ഒപ്പന കാണാൻ വന്നതല്ല, നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വന്നാണ് ഇവര്. മോനെ, നിനക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ട മൂന്നാനെ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. മോളെ, അനക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ട? എനിക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ടില്ല വാപ്പാ. ഇത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന ചെക്കനാ. എനിക്ക് ഈ ടൈപ്പ് ചെക്കനെ വേണ്ട. എടോ മൂന്നാനെ, അവക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ദക്ഷിണ കൊടുക്കാൻ കാശില്ലാണ്ട് സിംഗത്തിന്റെ മടയിൽ ചെന്നിട്ട് ഗുരുവിന്റെ അണ്ണാക്കില് പച്ചമണ്ണ് പാരിയിട്ട മോഹൻലാലില്ലേ, അതേപോലുള്ള ചെക്കിനാണ് അവക്ക് ഇഷ്ടം. വേണ്ട 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 വേണ്ട, ആ ടൈപ്പ് വേണ്ട. അത് മൂന്നാമത്തെ പെഗില് നാലാമത്തെ ഐസ് ക്യൂബ് ഇട്ട് കുടിക്കുന്ന ആളല്ലേ. ആ ടൈപ്പ് ചെറുക്കനെ എനിക്ക് വേണ്ട വാപ്പാ. ഇതൊന്നും ആയിരിക്കില്ല. താളവട്ടത്തിലെ മോഹൻലാലിനെ കൂട്ടിരിക്കുന്ന ചെറുക്കനാണ് ഈ പെണ്ണിന് ഇഷ്ടം. ഇന്റെ പഠിച്ചോനെ, അത് പ്രാന്ത് പിടിച്ച് കഴുത്തൊടിഞ്ഞ് തളർന്നു കിടക്കുന്ന ആളല്ലേ. ആ ടൈപ്പ് ചെറുക്കനെ എനിക്ക് വേണ്ട വാപ്പാ. പിന്നെ ഏത് ടൈപ്പ് മോഹൻലാലിനെ കൂട്ടിരിക്കുന്ന ചെറുക്കനെയാണ് നിനക്ക് ഇഷ്ടം? അത് ഞാൻ പറയൂല. മോളെ, ബാപ്പ ഇവിടെ നിക്കണെന്ന് നീ നോക്കണ്ട, നീ അങ്ങോട്ട് പറഞ്ഞോന്നേ. ഞാൻ പറയൂല. ദേ, ഞാൻ ഏത് ടൈപ്പ് വേണമെങ്കിലാകാം, ഫാസില പറഞ്ഞാ മതി. അത് ഞാൻ പറയൂല. ഉമ്മ പറ. നീ പറഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, ആ, നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടുള്ള ചക്കന്മാരെ ഒന്നും അല്ല നമ്മുടെ മോക്ക് ആവശ്യം. പിന്നെ പടികത്തിലെ തുണി പറിച്ചടിക്കണ മോഹൻലാലില്ലേ, ആ ടൈപ്പ് ചെറുക്കനെയാണ് നമ്മുടെ മോക്ക് ഇഷ്ടം.